ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ 2 നാടൻ രുചികളുമായിട്ടാണ്. ആദ്യത്തെ റെസിപ്പി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാള, ഒരു തക്കാളി, ഈ ഒരു വലുപ്പത്തിലുള്ള കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച 2 പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ട് പൊടികൾ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടും. ഈ സമയത്ത് വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയും സവാളയും എല്ലാം ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു കിട്ടും. 2-3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ തക്കാളി ഉടയാതെയാണ് കിടക്കുന്നതെങ്കിൽ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി തവി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2ാം പാലും 3ാം പാലും കൂടി ഒരുമിച്ച് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് 250 ml കപ്പിൽ 2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 1ാം പാൽ പിഴിഞ്ഞെടുത്തു. ഇനി 2ാം പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 2ാം പാൽ പിഴിഞ്ഞെടുത്തു. പിന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 3ാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിഴിഞ്ഞെടുത്ത 2ാം പാലും 3ാം പാലും കൂടി 2 കപ്പാണ് ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പൊ കറിയിലോട്ട് ചേർത്ത് കൊടുത്തത്. ഇനി ഈ തേങ്ങാപ്പാൽ തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കുമ്പളങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ കുമ്പളങ്ങ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുമ്പളങ്ങ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഏകദേശം 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും കുമ്പളങ്ങ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മളിത് മൂടി വെച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. കുമ്പളങ്ങ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കുമ്പളങ്ങ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ഏകദേശം 1.25 കപ്പാണ് ഉണ്ടായിരുന്നത്. അത് മുഴുവനായിട്ടും ഞാൻ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് തേങ്ങയിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിഴിഞ്ഞെടുത്തതാണ് 1ാം പാല്. അപ്പൊ ഏകദേശം 1.25 കപ്പാണ് ഉണ്ടായിരുന്നത്. അത് മുഴുവനായിട്ടും കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1ാം പാല് ചേർത്തിട്ട് കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1ാം പാല് ചേർത്ത ശേഷം കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ കണ്ടില്ലേ, കറിയിലൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ കറിയിലോട്ട് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ചൂടായ ചീനച്ചട്ടിയിലോട്ട് ഏകദേശം 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 2-3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയുള്ളി മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി ഈ താളിപ്പ് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം.
താളിപ്പ് ചേർത്ത് കൊടുത്ത ശേഷം കറി ഒരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴായിരിക്കും നമ്മൾ ചേർത്ത് കൊടുത്ത താളിപ്പിന്റെ ഫ്ലേവർ ഒക്കെ കറിയിലോട്ട് ഇറങ്ങിയിട്ട് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പൊ നമ്മളിത് മൂടി വെച്ച് കൊടുത്തിട്ട് ഏകദേശം 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ മൂടി തുറന്ന് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പളങ്ങക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ അടുത്ത റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും 4-5 വെളുത്തുള്ളി ചതച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വഴന്ന് കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള വഴന്ന് കളറൊന്നും മാറിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ പൊടികളെല്ലാം നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കുമ്പളങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുമ്പളങ്ങയും സവാളയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് കുമ്പളങ്ങി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിതിവിടെ തുറന്ന് വെച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അടച്ചു വെച്ചാൽ ഈ കുമ്പളങ്ങിയിലൊക്കെ ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം ഇറങ്ങിയിട്ട് ചിലപ്പോൾ ഇത് കുഴഞ്ഞു പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് അടച്ചു വെച്ച് കൊടുക്കണില്ല. തുറന്ന് വെച്ച് തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താലും ഇത് കുഴഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുമ്പളങ്ങ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുമ്പളങ്ങ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചോറിന്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല 2 റെസിപ്പികളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഈ 2 റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.